ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ചീരത്തോരനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലത്തെ ചീര കൊണ്ടാണ് ഇന്ന് നമ്മൾ ചീരത്തോരൻ വെക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതും അതുപോലെ തന്നെ ആദ്യമായിട്ട് തന്നെ കേട്ടോ വെക്കുന്നതും. അപ്പോൾ ഇങ്ങനെ തന്നെയാണോ ഇത് കറി വെക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കണം, ഇതിങ്ങനെയാണോ വെക്കേണ്ടതെന്നേ. അപ്പോൾ ഇനി നമുക്ക് ഇതിട്ട് വെക്കുന്നത് പരിപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് വെന്തൊന്നും ഉടഞ്ഞു പോവാതെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ചീരയെല്ലാം നല്ലോണം കഴുകി അരിഞ്ഞിങ്ങെടുത്തു കേട്ടോ. എനിക്ക് ക്യാമറ പിടിക്കാനായിട്ട് ആരുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അരിയുന്നത് കാണിക്കാൻ. ഈ കട്ടിയുള്ള തണ്ട് ഒഴിവാക്കി ഇലകൾ അടർത്തിയെടുത്തിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഈ തണ്ടിനെ നമ്മൾ കട്ടിയുള്ളതിനെ കളഞ്ഞിട്ട് ബാക്കി ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുമുണ്ടേ. ഇനി നമുക്ക് അരപ്പിനായിട്ടുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും ഒരു 2 പച്ചമുളകും ഒരു നുള്ള് നമ്മുടെ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയിലേനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ആ ചീരയില ഒന്ന് വേകുകയും ചെയ്യണം, നമ്മുടെ ആ അരപ്പിൻ്റെ ആ പച്ചചൊവ്വയൊന്ന് മാറുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി, നമ്മുടെ പരിപ്പിന് ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പിനെയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കണേ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേക്കും ഞാനൊരു മുട്ടേനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല മുട്ട ചേർക്കണം എന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചത്. അങ്ങനെ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് അത് നല്ലോണം ചിക്കി ഇതിൻ്റെ ഒരു വെള്ളവും ആ ഒരു നനവൊക്കെ വറ്റുന്നോളം വരെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റുള്ള ചീര കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.